കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ചധികം ഗോസിപ്സുകൾ കറങ്ങുന്നുണ്ട്. മോദി സർക്കാരിന്റെ മൂന്നാം ടീമിലെ ആദ്യത്തെ വലിയ അഴിച്ചുപണി വരാൻ പോകുന്നതെന്നാണ് ആ സംസാരം. മുൻപും നമ്മൾ ഇതേ വിഷയത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് കൂടുതൽ അപ്ഡേറ്റ്സ് ഈ വീഡിയോയിലുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ആ വീഡിയോ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഈ അഴിച്ചുപണിയുമായി ബന്ധപ്പെട്ട് ടിവിയിലും പത്രങ്ങളിലും ഒക്കെ ഓരോരുത്തരുടെ പേരുകൾ പോപ്പപ്പ് ചെയ്ത് വരുന്നുണ്ട്. ആരെ പുറത്താക്കും, ആരകത്തേക്ക് എടുക്കും, ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട ചർച്ചകൾ കേന്ദ്ര സർക്കാരിനെ ചുറ്റിപ്പറ്റി ദേശീയ മാധ്യമങ്ങളിലടക്കം നടക്കുന്നുണ്ട്. പക്ഷെ സർക്കാർ ഇതുവരെ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇതുവരെ നടത്തിയിട്ടില്ല. പരക്കുന്ന അഭ്യൂഹങ്ങൾ ശരിയാണെങ്കിൽ എന്തിനാണ് ഈ അഴിച്ചുപണി, എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നതെന്നൊക്കെയാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇതൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത വിവരങ്ങളായതുകൊണ്ട് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന റിപ്പോർട്ടുകളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു വിശകലനമായിരിക്കും ഇത്. സാധാരണയായിട്ട് ഒരു സർക്കാർ അവരുടെ മന്ത്രിമാരെ മാറ്റാൻ തുനിയണമെങ്കിൽ അവർ മോശമായിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ വിവാദങ്ങൾ ആ മന്ത്രിമാരെ ചുറ്റിപ്പറ്റി ഉണ്ടാവുകയൊക്കെ വേണം. പക്ഷെ മോദി സർക്കാരിന്റെ ശൈലി കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. വിവാദങ്ങൾ ഉണ്ടാകുന്നവരെയൊന്നും അവർ കാത്തു നിൽക്കാറില്ല. അച്ചടക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പലപ്പോഴും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട്. കഴിഞ്ഞ 12 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ ആ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്തവണ പുനഃസംഘടന നടത്തുന്നെങ്കിൽ BJP ചില പ്രത്യേക കാര്യങ്ങൾ പരിഗണിക്കാനും സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്തവണ BJPക്കുള്ളത് ഒരു സഖ്യ സർക്കാരാണ്. അതുകൊണ്ട് തന്നെ സഖ്യകക്ഷികളുടെ താല്പര്യം കൂടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി BJPക്കുണ്ട്. ഏത് കക്ഷിക്ക് എത്ര മന്ത്രിസ്ഥാനം കിട്ടണം, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആരൊക്കെ വേണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് മാത്രമേ അവർക്ക് പുനഃസംഘടന നടത്താൻ കഴിയൂ. BJP സർക്കാരിന് ഒരു കോർ സെറ്റ് ഉണ്ട് മന്ത്രിസഭയിൽ. ആഭ്യന്തരം, ധനകാര്യം, പ്രതിരോധം, വിദേശകാര്യം. ഈ 4 പ്രധാന വകുപ്പുകൾ BJPക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന അമിത്ഷാ, നിർമ്മല സീതാരാമൻ, രാജ്നാഥ് സിംഗ് ഇവരെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാറുമില്ല. ഇവരാണ് ഞാൻ പറഞ്ഞ ആ കോർ സെറ്റ്. ഇത്തവണ പക്ഷേ ഈ കോർ സെറ്റിന് ഇളക്കം തട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നത് അമിത്ഷായുടെ പേരാണ്. അദ്ദേഹം നിലവിലെ വകുപ്പിന് പുറമെ ഉപപ്രധാനമന്ത്രി പദവി കൂടി ഏറ്റെടുത്തേക്കും എന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരം. ഭരണഘടനാപരമായി വലിയ അധികാരങ്ങൾ ഇല്ലാത്ത ഒരു പദവിയാണെങ്കിലും രാഷ്ട്രീയമായി ഇതിന് വലിയൊരു അർത്ഥമുണ്ട്. സർക്കാരിൽ പ്രധാനമന്ത്രിക്ക് തൊട്ടു താഴെ രണ്ടാമത്തെ ശക്തനായ വ്യക്തി അമിത്ഷാ ആണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണിത്. മോദിയുടെ പിൻഗാമി എന്ന ചോദ്യത്തിന് ഉത്തരം എന്ന രീതിയിൽ ഇനി അമിത്ഷായെ പൊർട്രേ ചെയ്യാനാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് BJPയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ്. മഹാരാഷ്ട്രയിൽ BJPക്ക് മുന്നിൽ ഒരേ സമയം 2 വെല്ലുവിളികളാണ് ഉള്ളത്. ഒന്ന് ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയാണെങ്കിൽ മറ്റേത് ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഷിൻഡെ പക്ഷത്തിന് മന്ത്രിസഭയിൽ വലിയൊരു പ്രാതിനിധ്യം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഏക്നാഥ് ഷിൻഡെയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെയ്ക്ക് മന്ത്രിസ്ഥാനം ലഭിക്കാൻ 100% സാധ്യത ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ നീക്കങ്ങളിൽ ഷിൻഡെ പക്ഷം BJPയെ സഹായിച്ചതിന്റെ പ്രത്യുപകാരമായാണ് ഇതിനെ കാണുന്നത്. ഇതുതന്നെയാണ് ശിവസേനയുടെ ആവശ്യവും. BJPക്ക് അത് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇതിന്റെ കൂടെ തന്നെയാണ് ദേവേന്ദ്ര ഫഡ്നാവിസിനെ ദില്ലിയിലേക്ക് മാറ്റണമെന്ന ചർച്ചയും ഉയരുന്നത്. ഫഡ്നാവിസ് മഹാരാഷ്ട്രയിലെ BJPയുടെ ഏറ്റവും വലിയ നേതാവാണ്. അദ്ദേഹത്തെ ദില്ലിയിലേക്ക് മാറ്റുക എന്നത് BJPക്ക് താല്പര്യമുള്ള കാര്യമാണെങ്കിലും അതത്ര എളുപ്പമല്ല. കാരണം ഫഡ്നാവിസ് മാറിയാൽ അവിടെ പിന്നെ എല്ലാം ഷിൻഡെയുടെ കയ്യിലാകുമോ എന്നൊരു പേടി BJPക്കുണ്ട്. അതായത് ഷിൻഡെയെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് തൃപ്തിപ്പെടുത്താൻ നോക്കുമ്പോൾ തന്നെ ഫഡ്നാവിസിനെ മാറ്റാൻ കഴിയാത്ത അവസ്ഥ. ഈ 2 നീക്കങ്ങളും ഒരേ സമയം ബാലൻസ് ചെയ്യുക എന്ന തലവേദനയും BJPക്ക് ഇപ്പോൾ ഉണ്ട്. ഇനി ധനമന്ത്രാലയത്തിന്റെ കാര്യം എടുത്താൽ അവിടെയും ചില അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്ന സൂചനകളും വരുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും വിശ്വസ്തനായ ശക്തികാന്ത ദാസിനെ ധനമന്ത്രിയാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. ഒന്ന്, നിലവിലെ ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിൽ കേവലം രാഷ്ട്രീയപരമായ തീരുമാനങ്ങളെക്കാൾ ഉപരിയായി സാമ്പത്തിക കാര്യങ്ങളിൽ ദശാബ്ദങ്ങളുടെ അനുഭവ പരിചയമുള്ള ഒരു വിദഗ്ധന്റെ ഇടപെടൽ സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. റവന്യൂ സെക്രട്ടറിയായും റിസർവ് ബാങ്ക് ഗവർണറായും പ്രവർത്തിച്ച അനുഭവ സമ്പത്ത് ശക്തികാന്തദാസിനുണ്ട്. കൂടാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ധനമന്ത്രാലയത്തെ കൂടുതൽ അടുപ്പിക്കാനും അദ്ദേഹത്തിന്റെ വരവ് സഹായിക്കുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. നിർമ്മല സീതാരാമനെ മന്ത്രിസഭയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കില്ല. പകരം അവരെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് മാറ്റിയേക്കുമെന്നാണ് പറയപ്പെടുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ തകർച്ചകൾ പരിഹരിക്കാൻ ഏറ്റവും വിശ്വസ്തയായ ഒരാളെ അവിടെ നിയോഗിക്കാനാണ് ഈ നീക്കം. നിർമ്മല സീതാരാമനെ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് മാറ്റാൻ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ആദ്യത്തേത് വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധികളാണ്. അടുത്തിടെ പരീക്ഷാ നടത്തിപ്പിലുണ്ടായ വിവാദങ്ങളും NTA ബന്ധപ്പെട്ട പ്രശ്നങ്ങളും സർക്കാരിന്റെ പ്രതിച്ഛായയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഇതൊരു പ്രസ്റ്റേജ് ഇഷ്യൂ ആയതുകൊണ്ട് സർക്കാരിന്റെ ഏറ്റവും വിശ്വസ്തയായ ഒരു മന്ത്രിയെ അവിടെ നിയോഗിച്ച് കാര്യങ്ങൾ നേരെയാക്കാനാണ് മോദി ആഗ്രഹിക്കുന്നത്. രണ്ടാമതായി വരാനിരിക്കുന്ന വലിയ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ പരിചയസമ്പന്നയായ ഒരാളുടെ മേൽനോട്ടം അത്യാവശ്യമാണ്. അതിനാൽ ഈ പൊളിച്ചെഴുത്തിന് സാധ്യത ഉണ്ടെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ നിലവിലെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്ത് ചെയ്യും? അദ്ദേഹത്തെയും മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാൻ സാധ്യതയില്ല.
അദ്ദേഹം ബി.ജെ.പിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പ് നൽകാനാണ് സാധ്യത. പിന്നെ എടുത്തു പറയേണ്ടത് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ കാര്യമാണ്. അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെട്ടേക്കാം എന്ന വാർത്തകൾ വരുന്നുണ്ട്. ഇതിന് പിന്നിൽ ശക്തമായ ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് ഇന്ധനവിലയുമായി ബന്ധപ്പെട്ട തുടർച്ചയായ വിവാദങ്ങളാണ്. രാജ്യാന്തര വിപണിയിലെ വിലക്കയറ്റവും അത് ഇന്ത്യൻ ജനതയെ എങ്ങനെ ബാധിക്കുന്നു എന്നതും സർക്കാരിന് വലിയ തലവേദനയാണ്. രണ്ടാമതായി ഊർജ്ജ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് വച്ച ചില പദ്ധതികൾ പൂർണ്ണമായും ലക്ഷ്യം കണ്ടില്ല എന്ന വിമർശനം അദ്ദേഹത്തിന്റെ മന്ത്രാലയത്തിന് നേരെ ഉയരുന്നുണ്ട്. ഇതിലും ഇമ്പോർട്ടന്റ് ആയി ആഗോളതലത്തിൽ ഉയർന്നു കേട്ട ചില വ്യക്തിപരമായ വിവാദങ്ങളും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ മന്ത്രിസഭയിലെ പെർഫോമൻസ് റിവ്യൂവിൽ അദ്ദേഹം പിന്നിലാണെന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ പുതിയൊരു മുഖത്തെ അവിടെ കൊണ്ടുവന്ന് ജനങ്ങളുടെ മുന്നിൽ സർക്കാരിന്റെ പ്രതിച്ഛായ ഒന്ന് മാറ്റിയെടുക്കാൻ ബി.ജെ.പി ശ്രമിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനൊപ്പം തന്നെ കേൾക്കുന്ന മറ്റൊരു പേരാണ് അനുരാഗ് താക്കൂറിന്റേത്. അദ്ദേഹം വീണ്ടും മന്ത്രിസഭയിലേക്ക് മടങ്ങി വരാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനത്തിൽ വളരെ ആക്റ്റീവായ നേതാവാണ് അനുരാഗ് താക്കൂർ. പാർട്ടിയിൽ സജീവമായുള്ളവർക്ക് മന്ത്രിസഭയിൽ അവസരം നൽകുക എന്ന ബി.ജെ.പിയുടെ രീതി അനുസരിച്ച് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവെന്ന വാർത്തയുടെ സാധ്യതയെ തള്ളിക്കളയാനാവില്ല. 2014 2019 ഉണ്ടായിരുന്ന പോലെയല്ല ഇപ്പോഴത്തെ സാഹചര്യം. ഇതൊരു സഖ്യ സർക്കാരാണ്. ബി.ജെ.പി ഏറ്റവും വലിയ കക്ഷിയാണെങ്കിലും കൂടിയുള്ള സഖ്യകക്ഷികളുടെ കൂടെ താല്പര്യം സംരക്ഷിക്കേണ്ട വലിയ ഉത്തരവാദിത്വം ഇപ്പോൾ അവർക്കുണ്ട്. ഒപ്പം ബി.ജെ.പി എന്ന പാർട്ടിയിലും വലിയ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. പാർട്ടിയിൽ പുതിയ ഭാരവാഹികളെ നിയമിക്കുന്നതും മന്ത്രിസഭയിൽ അഴിച്ചുപണിയും ഒരേ സമയത്താണ് നടക്കുന്നത്. ബി.ജെ.പിയിൽ ഒരു നിയമമുണ്ട്. പാർട്ടി പദവിയും മന്ത്രിസ്ഥാനവും ഒരേ സമയം ഒരാൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്നൊഴിഞ്ഞാൽ മാത്രമേ മറ്റേത് കിട്ടൂ. ബീഹാർ, പഞ്ചാബ് തുടങ്ങിയ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സ്വാധീനം ഉറപ്പിക്കുക എന്നതുകൂടി ഈ പുനഃസംഘടനയുടെ ലക്ഷ്യമാണ്.